മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നൊരു സദ്യ ജസ്റ്റ് ക്വിക്കായിട്ട് അങ്ങനെ വേഗം ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാം. ഞാനിപ്പോൾ ആദ്യം ഓലന ഉണ്ടാക്കുന്നത്. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതാണിപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് വേണ്ടത്. മത്തനും കുമ്പളങ്ങ, പച്ചമുളക്, വെള്ളപ്പയർ. ഇതിപ്പോൾ കുക്കറിൽ വന്നു. ഇതിപ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പയർ വേവിച്ചതും ഇട്ടിട്ട് തേങ്ങാപ്പാലും ഇട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഓലന് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓലൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. ഇട്ടിട്ടുണ്ട് മഞ്ഞളിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല കഷ്ണം വേണ്ടത് തേങ്ങ, ജീരകം, പച്ചമുളകും കൂടി ചതച്ചതും കറിവേപ്പില ഇട്ട് ഇളക്കുക. തൈരും ഒഴിച്ചാൽ നമുക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചാൽ. അപ്പോൾ എണ്ണ ഒഴിച്ചാൽ അവിയലായി. സാമ്പാറിനുള്ള വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക. പരിപ്പ് വേവിച്ച് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഈ കഴിഞ്ഞ മത്തൻ, കുമ്പളങ്ങ, പിന്നെ ചെറിയ ഉള്ളി, മുരിങ്ങക്കായ, പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കും. പുളി ഒഴിച്ച് സാമ്പാറിന് പുളി തിളയ്ക്കുമ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ, ഹോംമെയ്ഡ് ഇട്ടിട്ട് നമുക്ക് എടുക്കാം. കൊത്തമല്ലി, കറിവേപ്പില ഇട്ട് വാങ്ങാം. ശരിക്ക് കടലപ്പരിപ്പും കായ, ചേന, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടും ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെയിറ്റ് വെച്ചെടുക്കും. ശരിക്കും അരയ്ക്കാം. തേങ്ങയും ജീരകവും മുളക് പൊടി ഇട്ടിട്ടില്ല, മുളക് അരക്കുകയാണ്. നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. നന്നായി വെന്തില്ലേ? ഇനി നമ്മൾ തേങ്ങയും ജീരകവും ചുവന്ന മുളക് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ അരയ്ക്കണം. അപ്പോഴേ നല്ല ചേരുള്ളൂ. തേങ്ങയിട്ട് തേങ്ങ അരച്ചതും ഇട്ട് കറിവേപ്പിലി, പിന്നെ തേങ്ങ വറുത്തിടാം. ഓക്കെ, കടുകും തേങ്ങയും വറുത്തിട്ട് ചെയ്തിട്ടിടും. അപ്പം വെണ്ടയ്ക്ക പച്ചടി, വെണ്ടയ്ക്ക ഇട്ടു, എന്നിട്ട് ഉപ്പ് ഇടണം. വെണ്ടയ്ക്കയിൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം പച്ചടിക്ക്. വെണ്ടയ്ക്ക നന്നായി വറുത്ത് കിട്ടിയില്ലേ? ഇനി അരപ്പ് അരച്ചിട്ട് തേങ്ങ പച്ചമുളക് ഇട്ട് അരച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് കടുക് ഒന്ന് പൊട്ടാനേ പാടുള്ളൂ കേട്ടോ. ഞാൻ അതിലിപ്പോൾ ഇത്തിരി തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പച്ചടിക്കുള്ള വറവാട്ടോ. എണ്ണ ഒഴിച്ചു, കുറച്ച് ഉള്ളി, കടുക്, കപ്പൽ മുളക് ഇടും, എന്നിട്ട് അത് പച്ചടിയിൽ വറുത്ത് വെക്കാം. പച്ചടി ആയി. നമുക്കിനിയിപ്പോൾ ഒരു ഉപ്പേരിയല്ലേ വേണ്ടത്. ബാക്കിയൊക്കെ ആയി. വേണ്ട ചെറിയ മാറ്റ ബർത്ത്ഡേ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പെരുംജീരകം ഇട്ടു, വെളുത്തുള്ളി, പിന്നെ കടുക് ഒന്ന് പൊട്ടാനേ പാടുള്ളൂ കേട്ടോ. ഞാൻ അതിലിപ്പോൾ ഇത്തിരി തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പച്ചടിക്കുള്ള വറവാട്ടോ. എണ്ണ ഒഴിച്ചു, കുറച്ച് ഉള്ളി, കടുക്, കപ്പൽ മുളക് ഇടും, എന്നിട്ട് അത് പച്ചടിയിൽ വറുത്ത് വെക്കാം. പച്ചടി ആയി. നമുക്കിനിയിപ്പോൾ ഒരു ഉപ്പേരിയല്ലേ വേണ്ടത്. ബാക്കിയൊക്കെ ആയി. വേണ്ട ചെറിയ മാറ്റ ബർത്ത്ഡേ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പെരുംജീരകം ഇട്ടു, വെളുത്തുള്ളി, പിന്നെ ചെറിയ കപ്പൽ മുളക് പറഞ്ഞാൽ ചുവന്ന മുളകും കൂടിയിട്ട് ചതച്ചതും കൂടി ഇട്ടു. അതിന്റെ പച്ചച്ചോയ പോകുമ്പോൾ മഞ്ഞള് കുറച്ച് മഞ്ഞള്, കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പ് ആദ്യം ഇടുകയാണ് കേട്ടോ. ഇത് മതിയാവും. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഇടുക. ചിലർക്ക് ഉപ്പ് കമ്മിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് ഉപ്പ് ഇത്രയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ മുറിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കും. കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളം, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ കുറച്ച് കായപ്പൊടി അതിന്റെ മേലെ തൂവും. ഉരുളക്കിഴങ്ങ് പൊട്ടുന്ന സമയത്ത് ഞാനിപ്പോൾ ആ ഒരു സദ്യക്ക് മാത്രം ഉണ്ടാക്കണം. കുറച്ച് നിങ്ങൾ അതിനനുസരിച്ചിട്ട് കിട്ടുള്ളൂ. ഇഞ്ചിയും പച്ചമുളകും കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുളി ഒഴിച്ചു. നമ്മള് പുളിയിഞ്ചിക്ക് നമ്മള് ഉലുവയും അരിയും കൂടി വറുത്ത് പൊടിച്ചിടും. അതിനുള്ള മഞ്ഞപ്പൊടി, ഇതിന് വേണ്ട ഉപ്പ് ഇട്ട് അതിന്റെ കൂടെ മുളക് കൂടുണ്ട്. എന്നുവെച്ചാൽ മുളക് പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത് വറുക്കുന്നുണ്ട്. അരിയും മുളകും കൂടി ഇതാക്കിയില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും. ഇപ്പൊ മുഴുവൻ വേണ്ട കേട്ടോ, ആവശ്യമുള്ളത് മതി, കുറച്ചല്ലേ ഉള്ളൂ.
കുറച്ച് കായപ്പൊടി കുറച്ചിട്ടാൽ മതി, അധികം ഇടാൻ പാടില്ല. അപ്പോൾ ശർക്കര, ചിലര് എള്ളു ഇടും കേട്ടോ പൊടിക്കുമ്പോൾ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഇതിലിപ്പോൾ ഇട്ടിട്ടില്ല. ഓക്കെ, ഇഞ്ചിപ്പുളിയാവും. കരിവേപ്പില ഇട്ടിട്ട് വാങ്ങാം. നന്നായി തിളച്ചു. അപ്പം നമ്മൾ അരി ഇടാം. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് അരി മുക്കാ വേവാകുമ്പോൾ നമ്മൾ പാലൊഴിക്കും. അപ്പൊ കാണിച്ചു തരാം. പായസത്തിന്റെ മുക്കാല് വേവായി. ഇനി നമുക്ക് പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആവശ്യത്തിന് ഷുഗർ ഇട്ടു കേട്ടോ, അത് കാണിച്ചിട്ടില്ല. അത് ഷുഗറൊക്കെ നമ്മൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. കുറച്ച് വേണ്ടവർക്ക്, കുറച്ച് കൂടുതൽ വേണ്ടവർക്ക്. പിന്നെ ഭഗവാൻ ഉണ്ടാക്കുന്ന പ്രസാദമായതുകൊണ്ട് വേറെ ഒന്നും ഇടില്ല. കുറേ നേരം വെച്ചു ഞാൻ, ഒരു അരമണിക്കൂർ അടച്ച സിമ്മില്. അപ്പൊ നല്ലൊരു ടേസ്റ്റും വരും പാലിന്റെ. ഓക്കെ, ഭഗവാനുള്ള പായസം റെഡി. ഇതിലിപ്പോ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും ഇടില്ല. ഗുരുവായൂരൊന്നും നമ്മളതൊന്നും കിട്ടില്ലല്ലോ. അതേമാതിരി ഭഗവാനുള്ള പായസം റെഡി.